ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണത്തിന്റെ ഭാഗമായാണ് പാലക്കാട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിലും എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ്, ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് റോഡ് ഷോ നടത്തുന്നത്. മേഴ്സി കോളേജിലെ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി എത്തിയത്. തുടർന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. 5 വിളക്കിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് 1 കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ബി.ജെ.പിയുടെ എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, 5 ദിവസത്തിനിടെ 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? ഭദ്ര, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ദിവസത്തിനിടെ 2ാം തവണ കേരളത്തിലെത്തിയിരിക്കുന്നത്. ബി.ജെ.പി. അവരുടെ എ ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് നടക്കുന്ന റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഒത്തുചേർന്നിരിക്കുന്നത്. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിക്കൊപ്പം തുറന്ന വാഹനത്തിലുണ്ട്. റോഡിൻ്റെ ഇരുവശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് പ്രവർത്തകർ നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലം. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ എന്ത് വില കൊടുത്തും വിജയം നേടാം എന്നൊരു പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മണ്ഡലത്തിൽ എത്തിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ബി.ജെ.പി. നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലം മാത്രമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലം ബി.ജെ.പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ബി.ജെ.പിക്ക് നഷ്ടമായത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇ. ശ്രീധരനും, മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ. ശ്രീധരനും അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഇന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ഷാഫി പറമ്പിലുമായി നടന്ന ഇഞ്ചോടിഞ്ച് മത്സരം രാഷ്ട്രീയ കേരളത്തെ വളരെ ആവേശപൂർവ്വം നോക്കി നിന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ഷാഫി കേവലം 3500 വോട്ടിനാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം നിലനിർത്തിയത്. ഈ പാലക്കാട് ലോക്സഭയ്ക്കൊപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലം കൂടി പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ബി.ജെ.പിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കി പാലക്കാട് ബി.ജെ.പി. അവരുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് പാലക്കാട് ഇപ്പോൾ ഉള്ളത്. 5 വിളക്കിലെ റോഡ് ഷോയ്ക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഉച്ചവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്നപ്പോൾ സംസ്ഥാനത്തെ ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ചിരുന്നു. സമാന തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകരെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലക്കാട്ടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി റോഡിൻ്റെ ഇരുവശത്തുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ കയ്യിൽ പാർട്ടി പതാകയും എന്തിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. പുഷ്പവൃഷ്ടി നടത്തി പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. നരേന്ദ്രമോദി പ്രവർത്തകരെ പ്രത്യഭിവാദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ് ഉള്ളത്. കാരണം സംസ്ഥാനത്ത് ഇത്തവണ
അക്കൗണ്ട് തുറക്കാം. ലോക്സഭയിലേക്ക് ചരിത്രത്തിലാദ്യമായി ഇത്തവണ അക്കൗണ്ട് തുറക്കാമെന്നൊരു പ്രതീക്ഷയാണ് BJP സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നത്. അതിനൊത്ത പ്രവർത്തനങ്ങൾ ദേശീയ നേതൃത്വം നേരിട്ട് ഇവിടെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് BJP ക്യാമ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന പ്രഭാരി, അതായത് BJPയുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ നേരിട്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരു മുന്നണികളും ദേശീയ നേതാക്കളെ സംസ്ഥാനത്തെത്തിക്കുന്നതിന് മുമ്പ് തന്നെ BJP അവരുടെ ആദ്യഘട്ട പ്രചരണം കൊഴുപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ, അവരുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് നരേന്ദ്രമോദി. BJPയുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള സ്റ്റാർ ക്യാമ്പയിനറാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ സംസ്ഥാനത്തെത്തിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് BJP നേതൃത്വം കൊടുക്കുന്നത്. ഇത്തവണ സംസ്ഥാനത്ത് നിന്ന് എന്ത് വില കൊടുത്തും ലോക്സഭാ അംഗങ്ങളെ ജയിപ്പിക്കണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിനൊത്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയുണ്ട്, പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുണ്ട്. ഈ 3 പേരുമാണ് SPG കമാൻഡോകൾക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം ഈ തുറന്ന വാഹനത്തിലുള്ളത്. പുഷ്പവൃഷ്ടി നടത്തി റോഡിൻ്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കായ പ്രവർത്തകന്മാർ പുഷ്പവൃഷ്ടി നടത്തിയാണ് നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വാഹനത്തിൽ നിന്നും പ്രവർത്തകരെ പ്രത്യഭിവാദ്യം ചെയ്യുന്നു. ആയിരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP നേതാവ്, അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായ നരേന്ദ്രമോദിയെ കാണാൻ റോഡിൻ്റെ ഇരുവശത്തുമായി കാത്തുനിൽക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരമുള്ളത്. ഉച്ചവരെ സുരക്ഷാ സന്നാഹങ്ങൾ, വിപുലമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന് പുറമെ SPG കമാൻഡോകളുടെ സുരക്ഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ പാലക്കാട് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും BJPയുടെ സ്റ്റാർ മണ്ഡലങ്ങൾ, A+ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. എന്ത് വില കൊടുത്തും ഇത്തവണ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കണമെന്ന BJP ദേശീയ നേതൃത്വത്തിൻ്റെ ആഹ്വാനം ശിരസാ വഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് NDA ക്യാമ്പ് നേതൃത്വം നൽകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് BJP അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടുള്ള ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ തിങ്ങി നിറയുന്ന ആൾക്കൂട്ടം. ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുണ്ട്, പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുണ്ട്. ഈ 3 പേരുമാണ് നരേന്ദ്രമോദിക്കൊപ്പമുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം എറണാകുളത്തും തിരുവനന്തപുരത്തും വലിയ ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തിരുന്നു. വലിയ BJPയുടെ വലിയ റാലിയിൽ പങ്കെടുത്തിരുന്നു. സമാനമായ റാലിയിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം പത്തനംതിട്ടയിലെത്തിയിരുന്നു. ഈ പത്തനംതിട്ടയിലെ റാലിയിലാണ് അദ്ദേഹം സംസ്ഥാനത്തെ ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആണ് അപ്പോൾ നടക്കുന്നത്. പാലക്കാടാണ് റോഡ് ഷോ നടക്കുന്നത്. പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയ അദ്ദേഹം ഇപ്പോൾ 5 വിളക്കിലെത്തി. അവിടെ നിന്നുമാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ 1 കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം പാലക്കാട് അതുപോലെ ആലത്തൂര് സ്ഥാനാർത്ഥികളൊക്കെയുണ്ട്.